കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകട മരണത്തിൽ യൂത്ത് ലീഗ് കോഴിക്കോട് KSRTC ടെർമിനലിന് മുൻവശത്തെ റോഡ് ഉപരോധിക്കുകയാണ്. പോലീസ് പ്രവർത്തകരെ യൂത്ത് ലീഗ് പ്രവർത്തകരെ നീക്കാൻ ശ്രമിക്കുന്ന പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്ന സംഘർഷാന്തരീക്ഷം രൂപപ്പെടുകയാണ് കോഴിക്കോട്ട്. ഈ ഒരു അപകടത്തിന്റെ ഒരു സാഹചര്യം അത് കോട്ടയത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചടക്കം കൊച്ചിയിൽ പ്രതിഷേധമുണ്ട്. കോഴിക്കോട് പ്രതിഷേധം നടക്കുന്നത് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ്. KSRTC ടെർമിനലിന് മുൻവശത്ത് റോഡ് ഉപരോധിച്ചാണ് പ്രതിഷേധം നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത്. ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാൻ തോന്നുന്നു. കോഴിക്കോട്ട് തത്സമയ ദൃശ്യങ്ങൾ വരുന്നു. യൂത്ത് ലീഗ് പ്രവർത്തകരും പോലീസും കയ്യാൻ കളിയും ഉണ്ടാവുകയാണ്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്കെതിരെ കുറച്ച് ദിവസങ്ങളായി ഉയർന്നു വരുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. തിരുവനന്തപുരത്തടക്കം നമ്മൾ കണ്ടതാണ്. ചികിത്സാ ഉപകരണങ്ങളില്ല എന്ന രീതിയിൽ ഡോക്ടർ ഉന്നയിച്ച ഒരു ആരോപണം. അതിന് പിന്നാലെ ആരോഗ്യ മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കി മറ്റൊരു പ്രശ്നം വരുന്നത് കോട്ടയത്ത് നിന്നാണ്. ഇന്ന് രാവിലെയാണ് 3 നില കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണത്. അതിനിടയിൽ പെട്ട സ്ത്രീ മരിച്ചു. ബിന്ദു എന്ന കൂട്ടിരിപ്പുകാരിയായി മകൾക്കൊപ്പം എത്തിയ സ്ത്രീയാണ് മരിച്ചത്. കൃത്യസമയത്ത് തന്നെ അവിടെ ഒരു പരിശോധന നടന്നില്ല. അതാണ് ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ഈ അപകടം നടന്ന സമയത്ത് തന്നെ അവിടേക്ക് മന്ത്രിമാരെത്തിയിരുന്നു. പക്ഷേ അവിടെ ഉപയോഗശൂന്യമായ സ്ഥലമാണ് എന്നാണ് അവർ തുടക്കത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വൈകുകയാണ് ചെയ്തത്. എന്തായാലും സംസ്ഥാന വ്യാപകമായി ഈ സംഭവത്തിൽ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. കോഴിക്കോട് നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് രാഹുൽ KV നൽകും വിവരങ്ങൾ. രാഹുൽ, വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ സംഘർഷത്തിന്റെ ഒരു സാഹചര്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും സംസ്ഥാന വ്യാപകമായി ആരോഗ്യമന്ത്രിക്കെതിരെ, ആരോഗ്യ വകുപ്പിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് KSRTC ടെർമിനലിന് മുൻവശത്താണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. റോഡ് ഉപരോധിക്കുകയാണ് പ്രവർത്തകർ ചെയ്തത്. ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള പ്ലക്കാർഡുകളുമായാണ് പ്രവർത്തകർ എത്തിയത്. ആരോഗ്യമന്ത്രി കോട്ടയത്ത് മരിച്ച വീട്ടമ്മയെ ആരോഗ്യമന്ത്രി കൊന്നതാണെന്ന മുദ്രാവാക്യമാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ മുഴക്കിയത്. അവർ റോഡ് ഉപരോധിച്ചതോടുകൂടി വലിയ രീതിയിൽ ഗതാഗത കുരുക്കുണ്ടായി. അതോടുകൂടി പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടി എത്തുകയായിരുന്നു. അത് പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിന് കാരണമായിട്ടുണ്ട്. ഉന്തും തള്ളും തന്നെയാണ് നടക്കുന്നത്. പോലീസ് ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ റോഡിന്റെ വശത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വാഹനത്തിലേക്ക് കയറ്റി ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ വഴങ്ങുന്നില്ല. പോലീസ് വാഹനത്തിലേക്ക് കയറാൻ തയ്യാറാകാതെ പോലീസുമായി വലിയ രീതിയിലുള്ള ഉന്തും തള്ളും തന്നെയാണ് ഈ റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന് തന്നെയാണ് യുവജന സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകളൊക്കെ തന്നെ പറയുന്നത്. ഇതുതന്നെയാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം കോഴിക്കോട് KSRTC ടെർമിനലിന് മുൻപിൽ യൂത്ത് ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഏറെ പാടുപെട്ടവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന്. കൂടുതൽ പോലീസ് സ്ഥലത്തേക്ക് എത്തിയടക്കമാണ് ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ മാറ്റാൻ ശ്രമിക്കുന്നത്. ഏതായാലും റോഡിൽ ഇരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ റോഡിന് വശത്തേക്ക് മാറ്റുവാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോകാനുള്ള നീക്കമാണ്. പക്ഷേ പ്രവർത്തകർ അത് ചെറുത്തുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിക്കെതിരെയും ഇപ്പോൾ പോലീസിനെതിരെയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘർഷാവസ്ഥ വിവരങ്ങളാണ് രാഹുൽ KV പങ്കുവയ്ക്കുന്നത്. കോഴിക്കോട്ടെ യൂത്ത് ലീഗാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയിരിക്കുന്നത്. അവിടെ നിന്ന് ദൃശ്യങ്ങളാണ് കാണുന്നത്. യൂത്ത് ലീഗ് പ്രവർത്തകരെ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ റോഡ് ഉപരോധിക്കുന്നതിനിടയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്യുകയാണ്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധ പരിപാടി. അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലെ ദൃശ്യങ്ങളാണ് മറുഭാഗത്തെ വിൻഡോയിൽ പ്രേക്ഷകർ കാണുന്നത്. അല്പം മുമ്പാണ് അപ്രതീക്ഷിതമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മുഖ്യമന്ത്രി എത്തിയത്. 5 മിനിറ്റ് പരമാവധി 5 മിനിറ്റ് നേരത്തെ സന്ദർശനമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അതേമായി ഈ സംഭവത്തിന് പിന്നാലെ 3 നില കെട്ടിടം തകർന്നു വീണ് കൂട്ടിരിപ്പുകാരിയെ സ്ത്രീ മരിച്ച ദാരുണമായ സംഭവം, രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ വൈകിയ മന്ത്രിമാർ ഉൾപ്പെടെ നേരിട്ടെത്തിയിട്ടും വലിയ വിമർശനം കേൾക്കേണ്ടി വന്ന സംഭവത്തിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മുഖ്യമന്ത്രി എത്തിയെന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ 5 മിനിറ്റ് നേരമേ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വളരെ വേഗത്തിൽ തന്നെ മടങ്ങുകയും ചെയ്തു. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകാൻ പോകുന്ന തുടർ നടപടി എന്നതും വളരെ പ്രധാനമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് മുഖ്യമന്ത്രി പുറത്തേക്ക് പോകുമ്പോൾ കരിങ്കൊടി വീശുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അതേസമയം തന്നെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രി ഔദ്യോഗിക ബസ്സിലേക്ക് പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു. എറണാകുളത്ത് കൊച്ചിയിൽ ആരോഗ്യമന്ത്രി കോലം കത്തിച്ചുകൊണ്ട് രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ എറണാകുളം DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ആണ് പ്രതിഷേധം നടത്തിയത്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചായിരുന്നു എറണാകുളത്ത് നടന്ന പ്രതിഷേധം. മന്ത്രിയുടെ രാജിയും ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടക്കുന്നുണ്ട്.